ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചിക്കൻ തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ചിക്കൻ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ കൂടുതൽ ചിക്കൻ എടുത്ത് കൊച്ചായിട്ട് കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അത് പോയിട്ട് 2 സവാള എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ചതച്ച് പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു 100 ഗ്രാമിൽ കൂടുതലുണ്ട് കേട്ടോ. 100 ഗ്രാമിൽ കൂടുതലുണ്ട് കൊച്ചുള്ളി. അതായത് ഒരു 10-30 അല്ലി വരും. അപ്പോഴത്തേക്കും 1/4 കിലോ വരുമായിരിക്കും. 1/4 കിലോ കൊച്ചുള്ളി എടുത്ത് അതും ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചിക്കൻ തോരൻ തയ്യാറാക്കാം. അപ്പം നിങ്ങളും എൻ്റെ കൂടെ വന്നോളൂ. ഞാനും എൻ്റെ രീതികളുമൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. പലരും പല രീതിയിലൊക്കെയാണ് ഓരോരോ പാചകങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ രീതികളാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും സമയം കളയണ്ട. അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. സമയം കളയണ്ട, നിങ്ങളെ ബോറടിപ്പിക്കേണ്ട ആ രീതിയിൽ ചട്ടിയൊക്കെ ഞാൻ അടുപ്പിൽ വെച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ചിക്കൻ കട്ട് ചെയ്യുന്നതോ കഴുകുന്നതോ ഉള്ളി കട്ട് ചെയ്യുന്നതോ പിന്നെ കൊച്ചുള്ളി ചതയ്ക്കുന്നതോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ കൊച്ചുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊച്ചുള്ളി മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് ചതച്ചെടുത്തതാണ്. ഫോൺ ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. സ്റ്റാൻഡിലൊന്നും അല്ല, ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്കതൊന്ന് നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് നോക്കട്ടെ കേട്ടോ. അതിലോട്ട് ഞാൻ നമ്മളെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എണ്ണയിൽ കൂടെ ഒന്ന് ഇതാവട്ടെ. ആയതിനു ശേഷം കാണാം. അപ്പം നമ്മൾ ആ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകിൻ്റെ ഒക്കെ ആ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 സവാള കട്ട് ചെയ്തിട്ട് നേരത്തെ അളവ് പറഞ്ഞിട്ടില്ലായിരുന്നു. 2 സവാള കട്ട് ചെയ്തത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അളവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നമ്മൾ രാത്രിയാണ് നമ്മുടെ പാചകം രാത്രി ചെയ്തപ്പോഴത്തേക്ക് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫോണ് കയ്യിൽ പിടിച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് വേവട്ട് കേട്ടോ. അപ്പം ഞാൻ തോരത്തിന് അരയ്ക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് തന്നെ ഞാൻ ഈ നേരത്തെ നമ്മൾ വെച്ചില്ലേ ആ ചിക്കനിലോട്ട് ഞാൻ 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് തന്നെ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതിലോട്ട് നമുക്ക് കുരുമുളക് ചതച്ചിട്ട് കൊടുക്കാവേ. കുരുമുളക് ചതച്ചത് അതിലോട്ട് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ ഇതിലോട്ട് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഗരം മസാല. ഗരം മസാല കുറച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ അരയ്ക്കുന്നതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പാചകമാണ് നിങ്ങളിവിടെ കാണുന്നത്. പലരും പല രീതിയിലാണ് പാചകം ചെയ്യുന്നത്. എൻ്റെ പാചകമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് എനിക്ക് സംശയം. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടച്ച് വെക്കാം. അപ്പം ഞാനിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. കുരുമുളകും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം ഞാൻ അത് ചതച്ചെടുത്ത് കേട്ടോ. എല്ലാം കൈ പരിപാടി തന്നെ. നമ്മൾ സ്പൂണൊന്നും എടുക്കുന്നില്ല. നമ്മുടെ കൈ വെച്ച് തന്നെ. പണ്ടുള്ള അമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർ കൂടുതലും കൈയാണ് അവർക്ക് വാക്ക്. ഇപ്പോഴല്ല എല്ലാവരും എല്ലാത്തിനും സ്പൂണും ഓരോ ഐറ്റം എടുക്കാനും ഓരോ സ്പൂണും. പണ്ടുള്ള നമ്മൾ അമ്മമാരൊക്കെ കൈ വെച്ച് തന്നെയാണ് അവർ പാചകം ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ അത് തോരത്തിന് പോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ അതിലോട്ട് അരപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതുപോലെയൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെയൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാവട്ടെ. വീഡിയോക്ക് നീളം കൂടുന്നോ എന്തോ. അപ്പൊ അതിലോട്ട് കൊച്ചുള്ളി ഉണ്ടല്ലോ, കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളി ഒന്ന് നന്നായിട്ട് മൂക്കട്ടെ. അപ്പം നമ്മൾ അതിലോട്ട് കൊച്ചുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്ര മാക്സിമം വീഡിയോ ചുരുക്കി ചെയ്യാൻ വിചാരിച്ചതുണ്ടല്ലോ.
വീഡിയോ അപ്പോൾ നമ്മളതിലോട്ട് കടു കണ്ടേ കൊച്ചുള്ളിയും വറ്റൽമുളകും എല്ലാം കൂടെ കടു വറുത്തത് അതിലോട്ട് നമ്മളെ തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ പറ്റുമുണ്ടോ നിങ്ങൾക്ക്? വെട്ടമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ഫോണ് കയ്യിലെടുത്ത് കാണിച്ചു തരാം. നമ്മുടെ ചിക്കൻ തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. അടുപ്പ് ഓഫ് ചെയ്യുന്നുണ്ട്. എല്ലാം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക.